സ്നേഹമുള്ള പാരൻസ് അറിയുവാൻ നമുക്കൊക്കെ മക്കളുള്ളവരാണ് നാം. ഒരുപാട് മക്കളുണ്ട്, ആൺമക്കളും പെൺമക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അനുസരിക്കുന്നില്ല, അവർ നമ്മളെ കേൾക്കുന്നില്ല. വെറും തർക്ക സ്വഭാവത്തിൻ്റെ കുട്ടിയാണ്, വലിയ ദേഷ്യമാണ്, കുട്ടികൾക്ക് പല പ്രശ്നങ്ങളാണ് ഇന്ന് പല പാരൻസും പറയുന്നത്. അപ്പോൾ ചില പാരൻസുകൾ മധുഹായി നല്ലതും കുട്ടികളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കളെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം, അതിനുള്ള മരുന്നുകളാണ് ഇതിലൂടെ പറയുന്നത്. നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനുള്ള ഏറ്റവും വലിയ മാജിക്ക് എന്ന് തന്നെ പറയാം, അത് അവർക്ക് സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ്. അവരെ മതിമറന്ന് സ്നേഹിച്ച് അവർക്ക് സ്നേഹത്തോടു കൂടി പെരുമാറുക. അപ്പോൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ വാങ്ങിക്കൊടുത്ത്, കുട്ടികൾക്ക് വേണ്ടാത്ത ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിക്കൊടുത്ത് സ്നേഹിക്കലല്ല, അതവരെ കൊല്ലലാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, അവർക്ക് ഒരു കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ അത് എന്താണെന്ന് നമ്മൾ അറിയുകയും ആ രൂപത്തിൽ കുട്ടികളോട് പെരുമാറുകയും ചെയ്യുക. ഉദാഹരണമായി നമ്മൾ മക്കളോട് പറയേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ് അവരുടെ മഹത്വങ്ങൾ. അവരെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറയുക, അവർ ചെയ്ത കാര്യങ്ങളെ അഭിനന്ദിക്കുക. ചിലപ്പോൾ നല്ല നല്ല ഹെൽപ്പുകൾ നമ്മുടെ മക്കൾ ചെയ്തു തരും, നമ്മൾ പറഞ്ഞതുപോലെ കേൾക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം വാപ്പ പറഞ്ഞതുപോലെ കേൾക്കാതിരിക്കുമ്പോൾ, ഉമ്മ പറഞ്ഞതുപോലെ കേൾക്കാതിരിക്കുമ്പോൾ ഈ മകളെക്കുറിച്ച് വാപ്പ പറയാണ്, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഞാൻ പറഞ്ഞതൊന്നും അനുസരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവനോട് വല്ലാതെ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. ഈ ദേഷ്യം കാണുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിനകത്തൊരു ചിന്ത വരുന്നുണ്ട്. അത് ഓരോരുത്തരും ചിന്തിക്കണം. ഞാൻ ഇത്രയൊക്കെ ഉപ്പ പറഞ്ഞതുപോലെ കേട്ടിട്ട് എന്നെ ഒരു നല്ല വാക്ക് പോലും ഉപ്പ പറഞ്ഞില്ലല്ലോ. ഇപ്പം പറയുന്ന നോക്കുപ്പ, എന്നെക്കുറിച്ച് പറയുന്നത് ഞാനൊന്നും ചെയ്യാത്തവനാണ്, ഞാനിതൊന്നും അനുസരിക്കാതിരിക്കും എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ. നേരെ മറിച്ച് ആ ഒരു പറച്ചിൽ മാറ്റി നല്ലത് പറഞ്ഞ് കുട്ടിയോട് പറയുക, നീ മുമ്പ് നല്ല കുട്ടിയായിരുന്നല്ലോ, നല്ല രീതിയിൽ എന്നെ അനുസരിച്ചിരുന്നല്ലോ, ഇപ്പം എന്തിനൊക്കെ പറ്റി, നീ എന്തേ പറഞ്ഞതുപോലെ കേൾക്കാത്തെ എന്ന് കുട്ടിക്ക് നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ മനസ്സിലാക്കി കൊടുത്ത് കുട്ടിയുടെ മനസ്സിങ്ങനെ മാറ്റുക. മനസ്സിൻ്റെ അകത്തളത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് സംസാരിക്കണം. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാകും, എൻ്റെ വാപ്പ പറയുന്നത് ശരിയാണ്, എൻ്റെ ഉമ്മ പറയുന്നത് ശരിയാണ് എന്ന് ആ കുട്ടിക്ക് മനസ്സിലാകുകയും ആ കുഞ്ഞുമോന് നമ്മൾ അനുസരിക്കുകയും ചെയ്യും. അള്ളാഹു അങ്ങനെയുള്ള കുട്ടികളാക്കി മാറ്റട്ടെ. ആമീൻ.